അച്ചൻകോവിലാറിൽ 2 വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെട്ടു. പത്തനംതിട്ട മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഒഴുക്കിൽപ്പെട്ടത്. ഫയർഫോഴ്സ് എത്തി രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. എ വി ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ജയശങ്കർ, എന്താണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു ഈ കുട്ടികൾ പുഴയിൽപ്പെട്ടത്? അതായത് വിജയകുമാർ, ഈ പത്തനംതിട്ട കല്ലറക്കടവിലാണ് അച്ചൻകോവിലാറിനോട് ചേർന്നുള്ള ഭാഗത്താണ് കുട്ടികൾ ഒഴുക്കിൽ പെട്ടിരിക്കുന്നത്. 1 മണിയോടുകൂടിയായിരുന്നു സംഭവം. ഈ പത്തനംതിട്ടയിലെ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ അപകടത്തിൽ പെട്ടിരിക്കുന്നത്. ഫയർഫോഴ്സ് എന്തായാലും ഇവിടെ എത്തി നിലവിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ അജസൽ അജി, കാശി അശോക് എന്നിങ്ങനെ 14 വയസ്സുള്ള 2 കുട്ടികളാണ് ഒഴുക്കിൽപ്പെട്ടത്. കുട്ടികൾ ഈ നദീതീരത്തെത്തി വെള്ളത്തിലിറങ്ങിയൊരു ഘട്ടത്തിൽ ഒഴുക്കിൽപ്പെടുകയായിരുന്നു എന്നാണ് ഫയർഫോഴ്സ് നിലവിൽ നൽകുന്ന ഒരു വിശദീകരണം. എന്തായാലും ഇവർക്ക് വേണ്ടിയുള്ള 2 കുട്ടികളെയും രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഫയർഫോഴ്സ് എന്തായാലും ആരംഭിച്ചിട്ടുണ്ട്. പൊതുവിൽ ഈ അച്ചൻകോവിലാറ്റിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ ശക്തമായ ഒഴുക്കുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സിന്റെ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. കുട്ടികൾക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഫയർഫോഴ്സ് നിലവിൽ തിരച്ചിൽ നടക്കുന്നത്. സ്കൂൾ വിദ്യാർത്ഥികളാണ്, 9ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്, 14 വയസ്സ് മാത്രമാണ് പ്രായം. കുട്ടികൾക്ക് നീന്താൻ അറിയാമായിരുന്നു എന്നാണ് പ്രാഥമികമായി ഫയർഫോഴ്സിന്റെ ഒരു നിഗമനം. എന്തായാലും ഫയർഫോഴ്സ് നിലവിൽ തിരച്ചിൽ തുടരുകയാണ്. മറ്റു അപ്ഡേറ്റുകളൊന്നും നിലവിൽ ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്നും ലഭിച്ചിട്ടില്ല. ശരി, അച്ചൻകോവിലാറിലാണ് 2 വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെട്ടത്. അവർ പത്തനംതിട്ടയിലെ മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ്. ഫയർഫോഴ്സ് എത്തി രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. ആ കുട്ടികൾക്ക് നന്നായി നീന്താൻ അറിയാം എന്ന വിവരം കൂടിയുണ്ട്. അവർ ഏതെങ്കിലും ഒരു ഭാഗത്ത് സുരക്ഷിതരായി എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.